ഡിയേഴ്സ്, എന്തെല്ലാം വിശേഷംസും തന്നെയാണ്. അപ്പോൾ ഞാൻ നൈക്ക ഹാളായിട്ടാണ് വന്നത്. ഇതൊക്കെയാണ് സാധനങ്ങൾ. നൈക്കയെന്ന് മാത്രമല്ല, ഒരു പ്രൊഡക്റ്റ് ഞാൻ മിന്ത്രയിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അതിൽ ഓഫർ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ റീപർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ കാണിച്ചിടാം. മുന്നേ യൂസ് ചെയ്തതൊക്കെ ആദ്യം ഞാൻ കാണിച്ചിടാം, എന്നിട്ട് പുതിയ പ്രൊഡക്റ്റ് കാണിച്ചിടാം. ഓക്കെ, അപ്പോൾ ഇത് കണ്ട ഡോക്ടർ ഷിപ്പിൻ്റെ സൺസ്ക്രീൻ. ഇത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷത്തിൻ്റെ മേലെ ഇത് തന്നെ ഞാൻ ഉപയോഗിക്കൽ. സൺസ്ക്രീന് വേറെ ഒന്നും ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, എന്താണെന്നറിയില്ല. അപ്പോൾ ഇത് 2 വേരിയൻ്റാണ് വാങ്ങിച്ചത്. ഒന്ന് സെറമൈഡ്സിൽ, ഒന്ന് കോജിക് ആസിഡിൽ. അപ്പോൾ അത് പിന്നെ എൻ്റെ മുന്നേയുള്ള ട്യൂബ് അതിൻ്റെ വിത്തും വേരും ഞാൻ എടുത്തു കഴിഞ്ഞ് ഇനി അതൊന്ന് പോസ്റ്റ്മോർട്ടം കൂടി ചെയ്യണം. എന്നിട്ട് ബാക്കിയും കൂടെ അതിൽ നിന്ന് തോണ്ടിയെടുക്കണം. അപ്പോൾ അത് ഇത് നിങ്ങളൊന്ന് യൂസ് ചെയ്യുന്നതിനായിരിക്കില്ലേ, പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. SPF 50++++. പിന്നെ ഞാൻ വാങ്ങിക്കാറുള്ളത് ഇതാണ്. ഇത് പ്ലമ്മിൻ്റെ ടോണറാണ്, നയാസിനമൈഡ് ടോണർ. ഇതെൻ്റെ സെക്കൻഡ് ബോട്ടിലാണ് കേട്ടോ. ഇത് സംഭവം നല്ല അടിപൊളിയാണ്. പോർസൊക്കെ അത്യാവശ്യം കുറക്കും, അതുപോലെ തന്നെ സ്കിൻ കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ആക്കും. ഞാനിത് മോർണിംഗ് ആണ് യൂസ് ചെയ്യാറ്. മോർണിംഗ് എണീറ്റ് കിടന്ന് ഫേസ് വാഷ് ഉപയോഗിക്കില്ല രാവിലെ. ജസ്റ്റ് ഫേസ് ഒന്ന് കഴുകി ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് രാത്രിയാണ് ഞാൻ ഫേസ് വാഷ് ഉപയോഗിക്കാറ്. ഒരു നേരം ഉപയോഗിക്കും. രാവിലെ എനിക്ക് ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ഡ്രൈ ആവുന്ന പോലെ തോന്നും. പിന്നെ ഇത് ഡോട്ട് ആൻഡ് കീൻ്റെ മോയ്സ്ചറൈസറാണ്. അതും സെറമൈഡ്സും ഹൈലറോണിക് ആസിഡും വരുന്നതാണ്. ഇതും ഞാൻ ഉപയോഗിക്കുന്നതാണ്. സംഭവം നല്ല അടിപൊളിയാണ്, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല മെൽറ്റിങ് പോലെയാണ്. അതുപോലെ തന്നെ ഹൈഡ്രേറ്റിങ്ങും സൂപ്പറാണിത്. ഇട്ടാൽ തന്നെ ഇങ്ങനെ മെൽറ്റ് ചെയ്ത് പോകും. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ എൻ്റെ മുഖത്തെ ചേഞ്ചസ് എന്ന് പറയാൻ, എല്ലാം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുമല്ലോ കുറച്ച് ചേഞ്ചസ്. ഇത് ഉപയോഗിച്ചെന്ന് പറയാനാണെങ്കിൽ സ്കിന്ന് കുറച്ചുകൂടി ഒന്ന് ബ്രൈറ്റ് ആയ പോലെ തോന്നും. എന്തായാലും സംഭവം കൊള്ളാം. ഇതൊക്കെ ഞാൻ റിവ്യൂസ് കണ്ടിട്ടാണ് വാങ്ങിക്കാറ്. എല്ലാം അങ്ങനെ തന്നെ വാങ്ങിക്കും. പിന്നെ ഓഫറിൽ കിട്ടുമ്പം അതും വാങ്ങിക്കും. പിന്നെ ഉള്ളത് ഇത് നിങ്ങൾ യൂസ് ചെയ്യുന്നതന്നെയായിരിക്കും അല്ലേ. ഇത് ബീറ്റിൻ്റെ ഹെയർ റിമൂവർ ക്രീം. ഇത് ഞാൻ കാലിലുള്ള ഹെയർ റിമൂവ് ചെയ്യുക ഇതിനെ കൊണ്ടാണ്. സംഭവം അടിപൊളിയാണ്. ഇതിൻ്റെ കൂടെ ഒരു മാന്തുന്ന സാധനം കിട്ടും, അതോട് പോയാലുണ്ടോ. ഇതൊക്കെ ഞാൻ മുന്നേ പൊളിച്ച് വെച്ച സാധനങ്ങളാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്തു. ഇതാദ്യം ക്രീമൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഇതിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയാൽ സംഭവം വരും, നല്ല ക്ലീൻ ആവും. മോയ്സ്ചറൈസർ ഇട്ടിട്ട് വേണം ഒന്നുകൂടെ ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഇങ്ങനെ ആക്കണമെങ്കിൽ കുറച്ചൊരു വേദന പോലെ തോന്നും. വേദനയല്ല, എന്താ പറയുക, ഒരു പുകച്ചിൽ. നമ്മൾ ഇതിനെ കൊണ്ട് ഇങ്ങനെ ഹാർഷായിട്ട് എടുക്കുമ്പോൾ ഉള്ള ഒരു കുഴപ്പം. എന്തായാലും കൊള്ളാം, എനിക്കിതിഷ്ടം. പിന്നെ ബാക്കി ഇത്രയേ ഉള്ളൂ ഞാൻ റീപർച്ചേസ് ചെയ്ത സാധനങ്ങൾ. പിന്നെ ഇതൊക്കെ പുതിയതാണ് കേട്ടോ. ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ, അല്ല എൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്. ഇത് പ്ലമ്മിൻ്റെ ടോണറാണ്, ഹൈലറോണിക് ആസിഡ് പ്ലസ് ടോണർ, റോസ് വാട്ടറിൻ്റെ. അപ്പോൾ ഇതൊന്ന് വെറുതെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ വിചാരിച്ചു. റോസ് വാട്ടർ നല്ലതല്ലേ, അങ്ങനെ വാങ്ങിയതാണ്. ഇതിന് വന്നിട്ട് 100 ml ബിലോ 200 അതിനുള്ളൂ. ഇതിൻ്റെ അത്യാവശ്യം നല്ല റിവ്യൂസ് ആയിരുന്നു. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ വിചാരിച്ചു. സ്മെല്ലൊന്നുമില്ല കേട്ടോ, പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല. റോസ് വാട്ടറിൻ്റെ ഒരു ചെറിയൊരു സ്മെല്ല്, വേറെ ഒന്നുമില്ല. പക്ഷെ എനിക്ക് കുറച്ച് സ്മെല്ലുള്ള പ്രോഡക്റ്റ്സാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല.
ഇതൊരു കൊറിയൻ പ്രൊഡക്റ്റ്. ഇത് വന്നിട്ട് ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ അണ്ടർ ഐ ക്രീമാണ് ഫോർ ഡാർക്ക് സർക്കിൾസും. എനിക്ക് കുറച്ച് ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, അപ്പോൾ ഇത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് വെക്കാൻ വിചാരിച്ചു. ഇതാണ് എൻ്റെ അടുത്ത പരീക്ഷണം. ഇതിന് നല്ല പൈസയുണ്ട്. ഇത്രയായിരുന്നു. കൊറിയൻ പ്രൊഡക്റ്റിനെല്ലാം നല്ല പൈസയുണ്ടല്ലേ. ഇത് വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു വേറത്, പക്ഷേ പൈസ കുറച്ച് ഹെവി ആയതുകൊണ്ട് ഞാനത് നോക്കിയില്ല. പിന്നെ ഇതെനിക്ക് ആവശ്യമായിരുന്നു അണ്ടർ ഐ ക്രീം. ഇതാണ് ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ച പ്രൊഡക്റ്റ്. ഇതിന് ഞാൻ കൊടുത്തത് 900 ഓഫറിലായിരുന്നു, അങ്ങനെ വാങ്ങിച്ചതാണ്. ഇതെല്ലാം ഒന്നിച്ചിട്ടാണ് ഡെലിവറി വന്നത്, അപ്പോൾ ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത്. ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ട്രൈ ചെയ്ത് നോക്കി എന്തെങ്കിലും റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറയാം. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് റിവ്യൂ പറയണേ. പിന്നെയുള്ളത് മിനിമലിസ്റ്റിൻ്റെ ഒരു കുഞ്ഞ് സെറാണ്, സാലിസിലിക് ആസിഡ്. ഇതെനിക്ക് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട്, അപ്പോൾ അതൊന്ന് ജസ്റ്റ് റിമൂവ് ആവാൻ വാങ്ങിയതാണ്. സാലിസിലിക് ആസിഡ് നല്ലതെന്ന് പറയുന്നു ബ്ലാക്ക് ഹെഡ്സിനൊക്കെ. എന്തായാലും കുഞ്ഞു ബോട്ടിൽ ട്രൈ ചെയ്തപ്പോൾ ചോദിച്ചാൽ എനിക്കറിയില്ല ഈ ആസിഡ് സെറമെല്ലാം യൂസ് ചെയ്യുമ്പോൾ എൻ്റെ ഫേസിന് സെറ്റാവുമെന്നൊന്നും. അത് കുഞ്ഞത് വാങ്ങിയത്. എന്തായാലും നോക്കാം. ഇപ്പം ഞാൻ എൻ്റെ സ്കിന്ന് കുറച്ചുകൂടെ ഒന്ന് കെയർ ചെയ്യാൻ തുടങ്ങി. രാത്രി ഞാനെപ്പോൾ ഫേസ് വാഷ് ഇടും, മോയ്സ്ചറൈസർ ഇടും, പിന്നെ എന്തൊക്കെയല്ലോ ഇടും. ഉള്ളത് സമയമുണ്ടെങ്കിൽ ഉറക്കൊന്നും ഇങ്ങനെ വന്ന് ചത്ത പോലെ ആയിട്ടില്ലെങ്കിൽ ഞാൻ നല്ലോണം ഇപ്പോൾ എൻ്റെ സ്കിൻ കെയർ രാത്രി ചെയ്യാറുണ്ട്. പിന്നെ രാവിലെ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല, ജസ്റ്റ് ഫേസ് വാഷ് ചെയ്യും, പിന്നെ ഈ പറഞ്ഞ ടോണർ ഒന്ന് അപ്ലൈ ചെയ്യും. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ലതില്ല. പിന്നെ പുറത്ത് പോകണമെങ്കിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതത്രയേ ഉള്ളൂ. പിന്നെ അവരെനിക്കൊരു ഫ്രീ പ്രൊഡക്റ്റ് അയച്ചു തന്നിട്ടുണ്ട്, പ്ലമ്മിൻ്റെ കുഞ്ഞ് പെർഫ്യൂം. ഇത് സ്മെല്ല് വന്നിട്ട് കൊള്ളാം, സ്മെല്ലുണ്ട്, നൈസ്, നല്ല ട്യൂബല്ലേ. പേഴ്സിലൊക്കെ ഇടാം. തയ്ക്കാൻ പറ്റുമോ റീഫിൽ ചെയ്യേ? ഞാനിങ്ങനത്തെ എല്ലാ ബഗഡും ആദ്യം കണ്ടുപിടിക്കും. ഇറ്റ്സ് കമ്മിങ്. കൊള്ളാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഉണ്ടാക്കുന്നൊന്നുമില്ലപ്പം. സോയ. അപ്പോൾ അത്രയൊക്കെ പ്രൊഡക്ട്സ് ഉള്ളൂ. പ്രൊഡക്ട്സ് കുറച്ചാണെങ്കിൽ പൈസ കുറേ ആയിരുന്നു. എന്തായാലും കുഴപ്പമില്ല, എനിക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ ചിലവാക്കുന്നത്, സാരല്ല. പിന്നെ നിങ്ങൾ ഇത് ഉപയോഗിച്ചവരാണെങ്കിൽ ഒന്ന് ഇതിൻ്റെ എക്സ്പീരിയൻസ് പറയണം. റിവ്യൂസ് പറഞ്ഞാൽ കുറച്ചുകൂടെ എനിക്കും ഹെൽപ്ഫുള്ളാവും, കാണുന്നവർക്കും അത് ഹെൽപ്ഫുള്ളാവും. അതുകൊണ്ട് അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.